ഹായ് വത്സബിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഒരു വെണ്ടയ്ക്ക കിച്ചടി ഉണ്ടാക്കാം. അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 250 ഗ്രാം വെണ്ടയ്ക്ക ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു 6 പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളക് എടുത്തിട്ടുണ്ട്. അരമുറി തേങ്ങ ചിരണ്ടിയതും എടുത്തിട്ടുണ്ട്. 1 കപ്പ് തൈര്. പിന്നെ നമുക്ക് കടുക് താളിക്കാനുള്ളത്, പാകത്തിന് ഉപ്പ്, വെള്ളം, ഇതൊക്കെയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യമേ ഈ തേങ്ങയൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. നന്നായിട്ട് വറുത്തെടുക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ തീയലിനൊക്കെ വറുത്തെടുക്കുന്നത് പോലെ എടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഞാനിപ്പം കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. കാരണം എൻ്റെ തേങ്ങ ഞാൻ എടുത്തിരിക്കുന്ന അത്ര വിളഞ്ഞതല്ല. അതുകൊണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ തീയലിൻ്റെ ആ പരുവത്തിൽ വറുത്തെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ പരുവത്തിലേക്ക്, ഈ മീഡിയം, അതിന് കുറച്ച് മുന്നേ ഉള്ളൊരു സ്റ്റേജിൽ നമുക്കത് വാങ്ങണം. അപ്പോൾ ഞാൻ അത് മാറ്റിയിട്ട് അതേ പാനിൽ തന്നെ നമ്മുടെ വെണ്ടയ്ക്ക ഒന്ന് വഴറ്റിയെടുക്കാം. വെണ്ടയ്ക്ക് അതിനകത്ത് കുറച്ച് ഉപ്പല്ല, പാകത്തിന് ഉപ്പ്. നമ്മുടെ തൈരിനകത്ത് ചേർക്കുന്നില്ലെങ്കിൽ ഇതിൽ ഉപ്പ് ഏറെ ചേർത്തിട്ട് വഴറ്റാം. അപ്പോൾ ഇത് വെണ്ടയ്ക്ക നന്നായിട്ട് വഴന്ന് എടുക്കണം. അപ്പോൾ ഞാൻ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ടാണ് വഴറ്റുന്നത്. അപ്പോൾ പെട്ടെന്ന് വഴലുകയും ചെയ്യും. ഉപ്പും കൂടി ചേർക്കുമ്പോൾ പെട്ടെന്ന് വഴന്ന് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതേ പരുവത്തിൽ ഇത് വഴറ്റിയെടുക്കണം. പിന്നെ നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന, വറുത്ത് വെച്ചിരുന്ന തേങ്ങയും ചില്ലി എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. നന്നായിട്ട് അരയ്ക്കണം. അപ്പോൾ അരച്ച് എടുത്തതിനകത്തോട്ട് നമുക്ക് തൈര്, നല്ല കട്ട തൈരാണ്, പുളിയുള്ള തൈര് വേണം. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. കുറച്ച് വെള്ളമൊക്കെ ചേർക്കാം. ഒത്തിരി ചേർക്കേണ്ട, വെള്ളം പോലെ ആകരുത്. കുറച്ചൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇച്ചിരി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് അയഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. ആ അരപ്പിൻ്റെ വെള്ളം തന്നെ ചേർത്താലും മതി. അപ്പം ഞങ്ങളുടെ ചാനൽ ആദ്യം കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇനി ഞാൻ നമ്മുടെ വെണ്ടയ്ക്ക വഴന്നതിനകത്തോട്ട് ഇത് ഒഴിച്ചു കൊടുക്കുകയാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, തിളയ്ക്കരുത്. നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന തൈര് ഒരിക്കലും തിളയ്ക്കരുത്. നേരത്തെ പറഞ്ഞിട്ടുള്ള വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ളല്ലോ, മോര് കറി ഇതൊക്കെ ഉണ്ടാകുമ്പോൾ ഇതൊന്നും തിളയ്ക്കാൻ പാടില്ല. ഒന്ന് ചൂടായാൽ മതിയാവും. അപ്പോൾ നമുക്ക് ഇതൊന്ന് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇനി കടുക് വറുക്കാം. കടുക് വറുക്കുന്നത് നമ്മൾ സാധാരണ തന്നെ വെളിച്ചെണ്ണ, കടുക്, കറിവേപ്പില, പിന്നെ മുളക്, വറ്റൽ മുളക്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് നമ്മുടെ തയ്യാറാക്കിയ മിക്സിനകത്തോട്ട് ഒഴിക്കാം. അപ്പോൾ നമ്മൾ ചൂടാക്കി വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഒഴിക്കാം. അപ്പം നമ്മുടെ വെണ്ടയ്ക്ക കിച്ചടി റെഡി ആയിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങളെല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ചെയ്ത് നോക്കണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുകയും ചെയ്യണം. താങ്ക് യു സോ മച്ച്.